മാപ്പിള സംഗീതത്തിൻ്റെ ഗാനവിസ്മയങ്ങളുടെ പാട്ടരങ്ങാണ് കുട്ടിപ്പട്ടുറുമാൽ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാപ്പിള പാട്ടുകൾ കൈമാറി അമൂല്യമായി കാത്തു സൂക്ഷിക്കുന്ന ഈ അതുല്യ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മധുരമായ ഗാനങ്ങൾക്കൊപ്പം നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് പാർട്ട്ണറുമുണ്ട്. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2ന്റെ വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ പാട്ടുകളൊക്കെ ആയിട്ട് റെഡിയായി. അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മുടെ 3 താരങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ 3 താരങ്ങളെ ക്ഷണിക്കാം. നമ്മുടെ ജഡ്ജസ് ഫിറോസിക്ക, സജ്ല ആൻഡ് ഷബ്നം. കുട്ടിപ്പട്ടുറുമാലിന്റെ ഒരു കിടിലൻ ഓർക്കസ്ട്ര ടീമാണ് നമുക്കുള്ളത്. അവരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം യു ഓൾ. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ ഈ വേദിയിൽ അടുത്തത് നമ്മുടെ സിനിമ റൗണ്ടാണ്. സിനിമ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു അൽഹന.
സുന്ദരി പുന്നാരെ, പാട്ടിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ മണവാട്ടിയായിട്ട് വന്നത് ഹാഷിമിൻ്റെ അനിയത്തിയല്ലേ, ഹാഷ്ന? ഓ, അത് തന്നെയായിട്ട് ഈ കുട്ടി പട്ടുറുമാലിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. എല്ലാ കുടുംബങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മോളുടെ കമൻസ് കേൾക്കാം. ഫിറോസിക്ക, എന്താ ഡ്രസ്സ്, എന്ത് രസമാണ് കാണാൻ. മുടി ശരിക്കും അത്രയുണ്ടോ, അതോ അങ്ങോട്ട് മുടഞ്ഞ് കെട്ടിപ്പിണച്ച് വലുതാക്കി നീളം വെപ്പിച്ചാണോ? ആണോ? ആണ് അല്ലേ? അല്ലേ? അതും അല്ലേ? ആണ് ആണ്. അപ്പോൾ മോള് പാടിയ പാട്ട് വലിയൊരു പാട്ടാണ് പാടിയത് കേട്ടോ. സിനിമാ പാട്ട് റൗണ്ടിൽ വളരെ ഒരു കാലത്ത് കോളുകളൊക്കെ ഉണ്ടാക്കിയ സിനിമയാണ്, റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സിനിമയാണ് അങ്ങാടി. ബിച്ചു തിരുമല സാറിൻ്റെ വരികൾ, ശ്യാം സാറിൻ്റെ സംഗീതം, സുശീലാമ്മ എന്ന ഇന്ത്യൻ സിനിമയുടെ വടുവൃക്ഷമായ ഗായികയുടെ സിംഗിങ്. സുശീലാമ്മ ഏറ്റവും സീനിയർ മോസ്റ്റ് അല്ലേ? ദാസേട്ടൻ പോലും മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പാട്ടുകാരി ആരാന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞത് സുശീലാമ്മയും ലതാ മങ്കേഷ്കറുമാണെന്നാണ്. മലയാളത്തിൽ സുശീലാമ്മയാണ് പറഞ്ഞത്. അതാ കണ്ടോ, ആ പ്രൗഢി നോക്കൂ. മോളം നോക്കിയ സ്ക്രീനിൽ പുറകിലേക്ക്. രാജകുടുംബത്തിലെ അംഗമാണ് സുശീലാമ്മ, രാജകുടുംബത്തിലെ അംഗമാണ്. ആ പ്രൗഢിയാണ് ആ കാണുന്നത്. കണ്ടോ, ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ദുബായിൽ വെച്ച്. കുറച്ച് ഏജായ സമയത്ത് ഇങ്ങനെ പുതച്ചിട്ടൊക്കെ പാടുക. ഓ, വല്ലാത്തൊരു സിംഗിങ് ആണത്. പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതലയൊക്കെ വല്ലാത്തൊരു സിംഗിങ് ആണ് സുശീലാമ്മയുടെ ഒരു സ്റ്റൈൽ. അപ്പോൾ സുശീലാമ്മയും ടീമും പാടിയൊരു പാട്ടാണ്. എന്നാൽ അടിപൊളി പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ അത്ഭുതം, ഈ സ്റ്റൈൽ പാട്ടുകളൊക്കെ. അപ്പോൾ മോള് സുശീലാമ്മയുടെ നല്ലൊരു പാട്ടെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. ഇത് സുശീലാമ്മയുടെ പാട്ടല്ല, ഇപ്പം പാടിയത് അൽഹനയുടെ ഒരു പാട്ട്. അങ്ങനെയാണ് ഞങ്ങളതിനെ വിലയിരുത്തുന്നത്. സുശീലാമ്മയുടെ പാട്ടൊക്കെ ഞാൻ മറക്കുന്നു. കുറേ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയാണ് കമൻറ്റ് പോകുന്നത്. സുശീലാമ്മയുടെ പാട്ടിൻ്റെ കണ്ടൻറ്റുകളൊക്കെ എടുത്ത് വിലയിരുത്തിയാൽ സാധ്യമല്ല. മനസ്സിലായേക്കും മോൾക്ക്. ഉമ്മ പറഞ്ഞതുണ്ടായിരിക്കും അത് എന്താ അതിൻ്റെ കാരണം എന്നല്ലേ. ഒറിജിനൽ പാട്ട് ചിലതിനൊക്കെ വിലയിരുത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ. മോളുടെ ഒരു ശൈലിയിൽ പാടി. എന്നാലും അതിൻ്റെ നുറുങ്ങു സാധനങ്ങളൊക്കെ ഒരു പരിധിവരെ മനോഹരമായിട്ട് പാടി കേട്ടോ. കുറേയും കൂടെ ഒക്കെ ഒന്ന് വരാനൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പോകുന്നില്ല. നന്നായിട്ട് തന്നെ പാടി. മൊത്തത്തിൽ നല്ല കളറായിരുന്നു. കോറസ് ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. ഓർക്കസ്ട്ര ഗംഭീരമായി സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ആ ബാൻജോ, ഓബോ, ഫ്ലൂട്ട് സപ്പോർട്ടൊക്കെ ഒക്കെ. പിന്നെ റിതം ഇങ്ങനെ ചേഞ്ച് ആവുന്നതാണ് അല്ലേ. നന്നായി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജില, എല്ലാവർക്കും അറിയുന്നൊരു പാട്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് അൽഹനക്കുട്ടി പാടി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിഞ്ഞ തവണ ചപ്പലിടാണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം തിളങ്ങുന്ന ചപ്പലൊക്കെ ഇട്ടിട്ട് വന്നു. ഉമ്മ സെലക്ട് ചെയ്തെന്നതാണോ? ഉമ്മ ഇല്ലാതെ അൽഹനക്കുട്ടിക്ക് ഒന്നുമില്ല അല്ലേ. ഉമ്മയാണ് അൽഹനയുടെ എല്ലാം. പിന്നെ ഫിറോസ്ക പറഞ്ഞ പോലെ നമുക്ക് ആരാ? വല്ലുമ്മയാണ്. ഓ ഓക്കെ. പക്ഷെ ഉമ്മച്ചിയാണ് മോൾക്ക് എല്ലാം അല്ലേ. അപ്പം മോളെ കുറേ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ സോങ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് മക്കളുടെ സോങ്സ് അങ്ങനത്തെ ഒരു സിംഗിങ് ആണ്. ചെറിയ മക്കളായതുകൊണ്ട് നിങ്ങളുടെ സോങ്സ് ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മിക്ക പാട്ടുകളും നമ്മൾ കമൻസ് പറയുന്നതും. പിന്നെ മോൾക്ക് കോറസ് ഭയങ്കര സപ്പോർട്ടാണ് ചെയ്തത്. കാരണം ഈ പാട്ടിൽ കോറസ് ഇല്ലാണ്ട് മോൾക്ക് പാടാൻ പറ്റില്ല അല്ലേ. അനുപല്ലവിയിലൊക്കെ മോള് പാടി അതിൻ്റെ റെപ്പിറ്റേഷൻ കോറസ് പാടി ഓരോരോ ലൈനായിട്ട് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അതും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് പാടി. നമ്മളുടെ നർമ്മദയും അഞ്ജലിയും നന്നായിട്ട് പാടി. പിന്നെ ഒപ്പന സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 പുതിയ കുട്ടികളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തു അല്ലേ. അങ്ങനെ നല്ല നല്ല കുട്ടികൾ വന്ന് പെർഫോം ചെയ്യട്ടെ. എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം, മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും മോള് നന്നായിട്ട് പാടി. എനിക്ക് മോളുടെ ആ ഒരു സ്റ്റൈൽ സിംഗിങ് ആയിട്ട് തന്നെ തോന്നി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. താങ്ക് യു സജില. ഷബ്നം, ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. അസലായിട്ട് മോള് പാടി, മോളുടെ രീതിക്ക് പാടി. അതിനൊരു പ്രത്യേകതയുണ്ട് മോളെ. കാര്യം നമ്മൾ ഇപ്പം അതുപോലെ പാടണം എന്നല്ല, നമ്മളുടെ രീതിക്കും പാടാം എന്ന് അൽഹന തെളിയിച്ചു ഈ പാട്ട്. നന്നായിട്ട് പാടി മോളുടെ ആ ഒരു, എനിക്ക് മോളുടെ വോയിസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, മോളുടെ വോയിസിൽ ഒരു ഇൻബോൺ ആയിട്ട് തന്നെ ആ ഫീലുണ്ട്. അതുകൊണ്ട് മോൾ അധികം പരിശ്രമിക്കേണ്ട കാര്യമില്ല വോയിസിൽ അങ്ങനെ അങ്ങ് മോഡുലേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞവല്ലോ? ഉമ്മ അടുത്ത് ചോദിച്ചാൽ മതി, ഉമ്മ നല്ലൊരു സിംഗറല്ലേ, പറഞ്ഞു തരും. നന്നായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളുടെ എല്ലാം കോസ്റ്റ്യൂംസ്. ആ ഷൂ ഒക്കെ എന്നെ വിളിച്ച് കാണിച്ചു ബാക്ക് സ്റ്റേജിൽ. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. അൽഹനക്കുട്ടി 50% പാടിയെങ്കിൽ ബാക്കി 50% ആരാ ഇട്ടത്?
ഓർക്കസ്ട്ര ടീം, കോറസ് പാടിയവർ, അതുപോലെ കൂടെ കളിച്ചവർക്ക്, അവർക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് മോളുടെ മാർക്സിലേക്ക് പോവാം. ഫിറോസിക്ക, അൽഹനയ്ക്ക് 38.5. 38.5 out of 40. സജ്ല 28.5. 28.5 out of 30. And ഷബ്നം 28.5. 28.5. അൽഹനയ്ക്ക് കിട്ടുന്ന ടോട്ടൽ 95.5 out of 100. അൽഹന കുട്ടി ഇത്രയും സുന്ദരി കുട്ടിയായി വന്നതിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. റിഹാസ് വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. സൽക്കാരം റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ഷാൻവർ. ഷാൻവർ ചേച്ചി, ഷാൻവറിനെ കണ്ടിട്ട് ഒരു ചെറിയ ജയൻ ലുക്ക് ഉണ്ടല്ലോ. ജയനെ പോലെ ഉണ്ടോ? ഷാൻവർ കണ്ണാടി നോക്കിയിരുന്നോ? കണ്ണാടി നോക്കിയപ്പോൾ ഏതെങ്കിലും നടന്റെ സാമ്യം തോന്നിയിരുന്നോ? ഏയ് ആരായിട്ടില്ല. ഷാൻവർ തന്നെയാണല്ലേ. സൽക്കാരം റൗണ്ടാണ്. സൽക്കാരം റൗണ്ടിൽ ദേ ജഡ്ജസും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്തൊക്കെ വിഭവങ്ങളായിട്ടാണ് ഷാൻവർ വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. എന്തൊക്കെ വിഭവങ്ങളുണ്ട്? തരിയപ്പം. എന്തപ്പം? തരിയപ്പം. തരിയപ്പം, പിന്നെ ഉണ്ണിയപ്പം. തരിയപ്പം, ഉണ്ണിയപ്പം. അപ്പം അപ്പങ്ങളുടെ വിഭവങ്ങളാണ്, അപ്പങ്ങളുടെ വെറൈറ്റീസാ അല്ലേ? ഓക്കെ, അപ്പങ്ങളൊക്കെ കഴിക്കാൻ റെഡിയാണോ? എല്ലാവരും റെഡി അല്ലേ? അപ്പം മോൻ തുടങ്ങൂല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കളിച്ചിടലേ പാണക്കൊഴുപ്പതിലേറി
ഷാൻവർ ചേച്ചി ഇതാ ഒരു കുഞ്ഞഷ്ണം കഴിച്ചോ. ഞാനും കഴിക്കട്ടെ. എപ്പോഴും നമ്മുടെ ജഡ്ജസ് അല്ലേ കഴിക്കാറ്. ഒരു ചേഞ്ചിന് ഞങ്ങൾ കഴിച്ചിട്ട് ഇനി നമുക്ക് കമൻസിലേക്ക് പോവാല്ലേ ഷാൻവറിന്റെ പാട്ടിന്റെ. നല്ല ടേസ്റ്റ്. ഫിറോസിക്ക? ഞാനും അതിനെ പറയുന്നത്, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. താങ്ക് യു. സൽക്കാരവും നന്നായി, പാട്ട് വളരെ നന്നായി താങ്ക് യു. കേട്ടോ. മനോഹരമായിട്ട് പാടി. ചെറിയൊരു പാട്ട് അല്ലേ, എത്ര വേഗം തീർന്നു. തുടങ്ങിയതും അവസാനിച്ചതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ കുറച്ച് നേരം മോൻ കിടുക്കി കളഞ്ഞു ഞങ്ങളെ താങ്ക് യു. കേട്ടോ. എന്ത് രസമായിട്ട് ചില സംഗതികളൊക്കെ പാടിയത്. ആ പാട്ടിൻ്റെ അകത്ത് ഒരുപാട് സംഗതികളിങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ മോൻ പാടി. ആ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ നല്ല രസമായിട്ട് പാടി. ഉദ്ദേശിക്കാത്ത ചില സാധനങ്ങളും പാടി കളഞ്ഞു കേട്ടോ. ഇതൊക്കെ ഒരു കോംപ്ലിമെൻ്റ് ആണ്. ഇതൊക്കെ മനസ്സിൽ വളരെ വിനയത്തോടെ സൂക്ഷിക്കണം ഈ കോംപ്ലിമെൻ്റൊക്കെ കേട്ടോ. മോനെ ഒക്കെ നന്നായി പാടി. ഇത് നല്ല പുതുമയുള്ളൊരു പാട്ട്, പുതുമയുള്ളൊരു സൽക്കാരപ്പാട്ട്. പിന്നെ മറ്റു കുട്ടികളുടെ സൽക്കാരപ്പാട്ടിലൊന്നും വരാത്ത 1-2 പലഹാരങ്ങൾ കടന്നു വന്നു. പേരുകൾ എന്തൊക്കെയാ? ഇപ്പം നിങ്ങൾ ന്യൂ ജനറേഷൻ ഇങ്ങനെ നാട്ടിലൊക്കെ എല്ലാ പട്ടണങ്ങളിലും 1-2 ഹോട്ടലുകൾ ഇങ്ങനെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ സ്പെഷ്യൽ? കുഴിമന്തി. എല്ലാ സ്ഥലത്തും ബോർഡാണ് അല്ലേ. തിരൂരും ഉണ്ടോന്ന്, എൻ്റെ നാട്ടിലും ഉണ്ടോന്ന്, തലശ്ശേരിയിലൊക്കെ ഇഷ്ടം പോലെയാണ്. കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഗൾഫിൻ്റെ ഒരു സ്റ്റൈൽ ഭക്ഷണമാണ്. നെയ്യ് കുറഞ്ഞ ഒരു ബിരിയാണി, ചിക്കൻ ചുട്ട് അല്ലെങ്കിൽ എന്താ പുഴുങ്ങുന്ന ശൈലിയിൽ അതിൽ വെക്കുന്ന, ചിക്കനായാലും മട്ടനായാലും. ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ കല്യാണങ്ങൾക്കും കുഴിമന്തി. അത് ബീഫിൻ്റെ കാണുന്നുണ്ട്, മട്ടൻ്റെ കാണുന്നുണ്ട്, ചിക്കൻ്റെയും കാണുന്നുണ്ട്. അത് നല്ലൊരു രുചിയുള്ള, ഇപ്പം എല്ലായിടത്തും അത് പ്രചരിച്ചു. അപ്പോൾ കുഴിമന്തി ഇതിൽ പറഞ്ഞു. സൽക്കാര റൗണ്ടിൽ ഇതൊക്കെ തന്നെയാണ് കമൻറ്റ്, വേറെന്താ പറയുള്ളത്. അപ്പോൾ അതൊക്കെ ഈ പാട്ടിൽ വന്നു. മോൻ നന്നായി പാടി കേട്ടോ. താങ്ക് യു. ഞാൻ വേറെ കീറി മുറിക്കുന്ന ഒന്നുമില്ല ഈ പാട്ടിൽ, കീറി മുറിക്കാനൊന്നുമില്ല. മനോഹരമായിട്ട് പാടി കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം, ഉച്ചാരണം കൂടി ചില സ്ഥലങ്ങളിൽ മോനൊന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ശൈലി ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് കയറി വരുന്നുണ്ട്. മുൻപ് ചില പാട്ടിലൊക്കെ പറഞ്ഞില്ലേ ഞാനത്. അത് മോനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടുകാരനാ കേട്ടോ, വിതൗട്ട് ഡൗട്ട്. താങ്ക് യു. താങ്ക് യു ഫിറോസിക്ക. സജ്ല? ഷാനു, താ. എക്സലൻറ്റ് സെലക്ഷൻ, എക്സലൻറ്റ് സിംഗിങ്. താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു മെസ്സേജാണല്ലേ മോൻ ഈ പാട്ടിൽ. സൽക്കാരം അത് ദൂർത്തടിക്കാതെ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ നല്ലൊരു മെസ്സേജുമായിട്ടാണ് മോൻ ഈ സൽക്കാരം റൗണ്ടിൽ കൊണ്ടുവന്നത്. എന്താ പറയുക, മോൻ്റെ ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു ഫീലുണ്ട്. അത് ആദ്യം തൊട്ട് അവസാനം വരെ മോൻ അത് നിലനിർത്തി. നല്ല കാണാനും കാഴ്ചക്കും നന്നായിരുന്നു മോൻ്റെ സിംഗിങ് കാണാൻ. പിന്നെ കാതിനും നല്ലൊരു ഇമ്പമുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, പല പോർഷൻസും പല ഏരിയാസും കിടുക്കി കളഞ്ഞു. ഏത് ഏരിയ ആയിരിക്കും? പ്രത്യേകിച്ച് ഞാനിവിടെ എഴുതി വെച്ചു, ജോറായി എന്ന് പറഞ്ഞിട്ട് ഒരു, അതൊന്ന് പാടോ? ജോറായി നിരത്തിയ പഴങ്ങളല്ലോ, ഏറിയ വിഭവം കണ്ട ജപായല്ലോ. അടിപൊളി. താങ്ക് യു. എന്താണ് ഭയങ്കര സ്പീഡ് ടെമ്പോയിലുള്ള ഒരു സോങ് ആണ്. അതിൽ ഈ ഭയങ്കര ടഫായിട്ടുള്ള പ്ലാൻസ് ഒക്കെ മോൻ അതിൽ ആ ഒരു താളത്തിൽ എത്തിക്കുന്നുണ്ടല്ലോ എന്നല്ല, ഞാൻ ഞെട്ടിപ്പോയി. കുറേ പോർഷൻസ് ഷാൻവർ എക്സലൻറ്റ് സിംഗിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഷാൻവർ ഇതുവരെ പാടിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി സോങ് ആയിരുന്നു ഇത് കേട്ടോ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ വരെ എത്താം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജ്ല. ഷബ്നം? ഔട്ട്സ്റ്റാൻഡിങ് മോനെ. താങ്ക് യു. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പോലെ ഔട്ട്സ്റ്റാൻഡിങ്. കാര്യം നീ ശരിക്കും പഠിച്ചു പോയി എങ്ങനെയാണ് പാടണ്ടേന്ന്. സത്യമാണ്. നിനക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, അതായത് അങ്ങനെ പാടണം, അവിടെ അങ്ങനെ മോഡുലേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ സോഫ്റ്റാക്കി പാടണം, അങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാര്യം എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല അറിവാണ്, വശമാണ് ഷാൻവറിനിപ്പോൾ. എനിക്കത് ഈ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി. അത് കാര്യം മോൻ്റെ ആ ഒരു നിന്ന് പാടുമ്പോഴുള്ള എക്സ്പ്രഷൻസും ആ കണക്ക് കൂട്ടലുകൾ, മോനെ എന്താ അവിടെ നിന്ന് എക്സ്പ്രഷൻസ് കാണിച്ചാലും മോൻ്റെ ആ ഐസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മോനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിൽ. അത് ആ സംഗതി വരുമ്പോൾ എങ്ങനെ പാടണം എന്നൊക്കെ ഉള്ളത്. അത് ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗറിന് തന്നെ, അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു കഴിവ് കിട്ടുള്ളൂ. കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സിനെ അത് പറ്റുള്ളൂ.
അത് മോൻ എന്തായാലും ഉണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് മോൻ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, ഒരു പടി പോലും താഴരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷബ്നം. ഷാൻവർ, ഇതുവരെയായിട്ട് ഷാൻവർ പാടിയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് അവർ പറയുന്നത്. ഹാപ്പി ആയില്ലേ? അല്ലേ? ഹാപ്പി ആക്കാനായിട്ട് എന്താണ് കാര്യം? നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് പാർട്ട്ണർ ഹാപ്പി ജാം സോസസ് ആൻഡ് പിക്കിൾസ് അല്ലേ? നമുക്ക് എന്തായാലും ഈ സന്തോഷത്തോടെ നമ്മുടെ മാർക്സ് അറിയാം. സജില, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ ഷാനുവിന്റെ ഉപ്പയല്ലേ സൽക്കരിച്ചത് ഇവിടെ വന്നിട്ട്? അപ്പോൾ അതിൽ ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കണ്ടു. അത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും കിട്ടിയിരുന്നോ ഇത്? ഇല്ല, കണ്ട ഇല്ല, ആർക്കും തരൂല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താണ്? കാണുന്നില്ലേ? അപ്പൊ നീ ഒന്നും കണ്ടില്ലേ എന്താണ് ഇവിടെ കൊണ്ടുവന്നതെന്നുള്ളത്? അപ്പൊ ഉപ്പാനോട് ചോദിക്കട്ടെ, ഇതെന്താണ്? ഒരു സ്പെഷ്യൽ. ഇതില് ഈത്തപ്പഴത്തിന്റെ എന്തോ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ തേങ്ങ, നട്ട്സ് ഉണ്ട്. ഈത്തപ്പഴത്തിന്റെ ലഡുവാണ്. ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉപ്പാനോട് താങ്ക്സ്. അപ്പോൾ ഇതിന് ഞാൻ 1 മാർക്ക് കൂടുതൽ തരും. പാട്ടും എക്സലൻ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ഫുൾ മാർക്ക് തരില്ല, കാരണം മത്സരം ടൈറ്റ് ആവാണ്. 29.5. 29.5 ഔട്ട് ഓഫ് 30. ഫിറോസിക്ക് തന്നിട്ടില്ല കേട്ടോ ആ ഈന്തപ്പഴം ലഡു. അതുകൊണ്ട് തന്നെ കുറയ്ക്കും ചെയ്യും മാർക്ക്. മനഃപൂർവ്വം തന്നില്ല ഷാൻവർ. എന്നിട്ട് ഇവിടെ ഞാൻ എരന്നു, ഇവിടെ ഒന്നും ഒരു കഷ്ണം തരുമെന്ന്. എവിടെ മൈൻഡില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇൻകുലാബ് വിളിക്കേണ്ടി വന്നു, സപ്പോർട്ട് തന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മാർക്ക് കുറയ്ക്കാൻ പോവാ. എത്ര മാർക്ക്? 1/2 മാർക്ക് കുറയ്ക്കാൻ പോവാ. 39.5. 39.5 ഔട്ട് ഓഫ് 40. ഷബ്നം, എന്താ വേണ്ടേ? 29.5 വേണോ 30 വേണോ? ഞാൻ 30 തരും മോനെ. 30 ഔട്ട് ഓഫ് 30. ഷാൻവറിന്റെ ടോട്ടൽ സ്കോർ 99 ഔട്ട് ഓഫ് 100. ഷാൻവർ 99 ഔട്ട് ഓഫ് 100. ഇതുവരെ വന്നതിൽ ഏറ്റവും ഹൈയസ്റ്റ് സ്കോർ. ഷാൻവറിന് എന്താ പറയാനുള്ളത്? ഈ പലഹാരങ്ങൾ എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ അടുത്തുള്ള സലാംക്ക ഉണ്ടാക്കി തന്നതാണ്. അവർക്കൊരു താങ്ക്സും. പിന്നെ ഈ പാട്ട് എനിക്ക് വേണ്ടി രചിച്ച മൻസൂർക്കാക്കും താങ്ക്സ് പറയുന്നു. പിന്നെ ഓർക്കസ്ട്ര ടീമിനും ഗ്രൂമിനും. ഓക്കെ, എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഷാൻവർ ഇത്ര നന്നായിട്ട് പാടിയതിന് ഷാൻവറിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. താങ്ക് യു. അടുത്തത് നമ്മുടെ സിനിമ റൗണ്ടാണ്. സിനിമ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു അർഷിദ് കമാൽ. അർഷിദ്, ഇത് ആരുടെ സ്റ്റൈലാണ്? ജോസ്, മുടിയില്ലാത്ത ജോസ്. മുടിയില്ലാത്ത ജോസ് പ്രകാശാണോ? അതറിയില്ല. 14 രാവിൽ അഭിനയിച്ച ജോസ്. ഓ, അതറിയില്ല. എന്തായാലും പാട്ടൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്താ? വരവില് ചെയ്തു. വരവിൽ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ നിന്നൊരു ആട്ടമൊക്കെ ഉണ്ട്, അതെന്തിനാന്ന് മനസ്സിലായില്ല. മുണ്ട് ഉരിപ്പോരില്ലല്ലോ അല്ലേ? നല്ല ടൈറ്റ് ആക്കി ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അപ്പം ഓൾ ദ ബെസ്റ്റ്, നല്ലോണം പെർഫോം ചെയ്തോളൂ. താങ്ക് യു. പനിനീര് പെയ്യുന്നു 14 രാവിൽ പനിമതി, പിഴയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി. പനിനീര് പെയ്യുന്നു 14 രാവിൽ പനിമതി, പിഴയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി. ണഞ്ഞല്ലോ ആറ്റക്കിളി മോളിൻ നാടിപ്പാടാൻ വരുന്നില്ലേ? ആറ്റിൽ കുളിച്ചൂടെ ഓടി
ഓടിച്ചാടി കളിച്ചൂടേ. പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി. പിഴയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി. കണ്ടെല്ലാമെല്ലാം മറക്കാലോ. ആടിക്കാറൊന്നു വന്നെത്തിടുമെന്നറിയില്ല. നേരത്തിനൽപ്പവും നമ്മളോടു കനിവില്ല. പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി. പിടയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി. പെരുന്നാള് പോയിട്ട് മൈലാഞ്ചി ഇട്ടോളാകല്ലേ. പെരുന്നാള് പോയിട്ട് മൈലാഞ്ചി ഇട്ടോളാകല്ലേ. കോടതി കീഞ്ഞിട്ട് കാനൂല് കൊണ്ട് ബലമില്ലേ. പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി. പിടയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി. പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി. പിടയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി. അപ്പം ജോസ്, മിസ്റ്റർ ജോസ് ചേച്ചി, എങ്ങനെ പെർഫോം ചെയ്തു? പ്രതീക്ഷിച്ച പോലെ പാടാൻ പറ്റിയില്ല. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല. വെറുതെ അങ്ങനെയൊന്നും പറയണ്ട. അത് ജഡ്ജസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം. നല്ലോണം പാടിയെന്ന് പറഞ്ഞോ? കുഴപ്പമില്ലാത്ത പാടി. ആണോ? കുഴപ്പമില്ലാതെ പാടി. ജഡ്ജസിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം, കുഴപ്പമില്ലാതെയാണോ പാടിയത് അതേ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടാണോ പാടിയത് എന്നുള്ളത്. ഫിറോസിക്ക, എടാ കുഴപ്പക്കാരാ, എന്താണ് കുഴപ്പമുണ്ടായിന്നാ പറഞ്ഞത്? ചെറുതായിട്ട്. നീ കുഴപ്പമുണ്ടാക്കാൻ ഞാൻ മതി. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല, എന്നാൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ട് താനും കേട്ടോ, അത്രയേ ഉള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നും മോൻ പേടിച്ച പോലെയൊന്നും വന്നിട്ടില്ല. ഞാൻ പേടിച്ചിരുന്നു. എന്താ അത്ര ടഫ് സോങ്ങാ മോനെ, വളരെ പ്രയാസമുള്ള ഒരു ട്യൂണാണ്. അതായത് കേട്ടാൽ തോന്നും എളുപ്പമാണെന്ന്. അതിൻ്റെ ഉള്ളിൽ കുറേ സംഗതികൾ ജയേട്ടൻ പാടി വെച്ചതുണ്ട്. അത് ജയേട്ടൻ്റെ ഭാവത്തിൽ വരുമ്പോൾ അത് വല്ലാത്തൊരു പാടലാണ്. അത് മോൻ പാടി, ഞാൻ കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കണ്ടോ. അതെവിടെ ആ സ്ഥലം എന്നറിയാം മോന്? കിന്നാരം ചൊല്ല ആ സാധനം. അത് മോനെ തൊട്ട് വരാൻ ഭയങ്കര പ്രയാസമാണത്. മോനത് പാടി, ഒന്ന് പാടിയത് എനിക്കത്. അത് തൊട്ട് വരാൻ ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പാടാൻ. അതൊക്കെ മോൻ പാടി പല സ്ഥലത്തും. ഒന്ന് ചെറിയ മിസ്സിങ് ഒക്കെ വന്നുള്ളൂ, എന്നാലും നല്ലൊരു പാട്ടെടുത്ത് കൊണ്ടുവന്നു. 14-ാം രാവ് എന്ന സിനിമയിൽ നമ്മൾ വലിയൊരു സിനിമാ ഗാനരചയിതാവ്, വലിയ ആളെന്ന നിലയിൽ പരിചയപ്പെടുത്തുക അല്ലെങ്കിലും പട്ടുറുമാലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ് അദ്ദേഹം, കാനേഷ് പുനൂർ. നിങ്ങളുടെയൊക്കെ നല്ലൊരു കൂട്ടുകാരനാണ്, നല്ലൊരു കൂട്ടുകാരൻ. കാനേഷ്ക എഴുതി, കാനേഷ് പുനൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും വേറെ എവിടെ നിന്നോ വന്നൊരാളെന്നാണ് കരുതുക. കാനേഷ്ക എഴുതിയിട്ട് രാഘവമ്മ ക്ഷീണം കൊടുത്ത് ജയേട്ടൻ 2 വെർഷനിൽ പാടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ മോനെ? കേട്ടിട്ടില്ല. കമറു അടുത്ത ശ്രുതി ഒന്ന് തരും. അടുത്ത ശ്രുതി മോനിപ്പോൾ പാടിയത് സന്തോഷാണ് പാടിയത്. പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി അല്ലേ. പിടയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളിപ്പൈങ്കിളി അല്ലേ. ഇതിൻ്റെ മറ്റേ വെർഷൻ പനിനീര് പെയ്യുന്നു
14-ാം രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളി പൈങ്കിളി. ഭയങ്കര വിഷമത്തിലാണ് പാടി. പിന്നെ അഹദോൻ്റെ തിരുനാമം എന്ന പ്രശസ്ത പാട്ട് നിലമ്പൂർ ഷാജിക്ക് പാടി. അതും ഈ സിനിമയിലാണ്. കുറേ പാട്ടുകൾ, നമ്മുടെ കുറേ മാപ്പിളപ്പാട്ടിൻ്റെ ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ വിയൻകുട്ടി മാഷ്, പീർ മുഹമ്മദ് കൗക്ക് ഈ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് ചില സീനുകളിൽ. അപ്പോൾ മോൻ നന്നായി തന്നെ പാടി കേട്ടോ. കുറച്ച് പ്രയാസം, പിന്നെ അവസാനം എവിടെയാണ് ഒരു സ്ഥിരം വരുത്തുന്നൊരു സാധനം ഇതിലും വരുത്തി. പേടിയുടെ ഉസ്താദാണ്. പേടി കണ്ടുപിടിച്ചത് ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഓപ്ഷൻ തന്നാൽ അതിൽ ഞാൻ ടിക്ക് ചെയ്യൽ എന്താണെന്നറിയോ? അർഷിദ് കമാൽ എന്നാണ്. പേടിയുടെ ഒരു ഉസ്താദ്. ഇങ്ങനെ പേടിച്ച് പാടുന്ന എന്തിനാടാ? ധൈര്യമായിട്ട് പാടിക്കോ എടാ, അത്ര അങ്ങനെ പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് അവൻ തന്നെ പറയും ഒന്നും പാടാൻ പറ്റിയില്ല എന്ന്. ഞങ്ങൾ പോലും അത്ര കണ്ടുപിടിച്ച് കാണൂല. അങ്ങനെയാണ് ശാലിനി, ഒരു ശൈലി പുള്ളിയുടെ. നന്നായി തന്നെ പാടി കേട്ടോ. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജില? അർഷിദ് കമാൽ എന്തോ ഓരോ ലെവൽ കഴിയുമ്പോഴും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു. നന്നായിട്ട് തന്നെ പാടി. പക്ഷെ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നി എന്താ അറിയോ അർഷിദ്, പല്ലവിയിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫീൽ ചെയ്താണ് താളം ഭയങ്കര പ്രശ്നമാവുന്നു. ആ താളത്തിൽ വരുന്നില്ല. ഇങ്ങനെ ചിലപ്പോഴൊക്കെ ആ കോൺസെൻട്രേഷൻ പോകുന്നു. താളം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ തോന്നിയത് ബ്രീത്തിൻ്റെ പ്രശ്നമാണ്. ശ്വാസം കിട്ടാത്ത പോലെ തടിച്ചോ നീ പിന്നെയും. അതുകൊണ്ടാണോ ശ്വാസം കിട്ടാത്ത? അവിടെയാണോ തടി? ബെൽറ്റ്. ബാക്കി ഇവിടേക്കുള്ളത് അത് സജില, അതിന്റെ കാരണം അറിഞ്ഞോ? എന്താണ്? പെങ്ങളെ കല്യാണം കഴിഞ്ഞു. ആ പെങ്ങളും അളിയൻ കാക്കിയും കൂടെ സൽക്കാരത്തിന് പോകുമ്പോ അർഷിദ് അതാ ഞാനും ഉണ്ട്. അവരിറങ്ങാൻ നിൽക്കുമ്പോ കാറിന്റെ പക്കത്തുണ്ടാവും ആള് കേറിയിരിക്കും. അളിയന് പറയാൻ പറ്റുമോ? ശരിയാണ്. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? കേറിയിരിക്കും. എന്താ തീറ്റി ഇപ്പോ നല്ല വീട്ടിലും നല്ല ഫുഡ് ആയിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞ പാടായോണ്ട്. അപ്പൊ അവിടുന്ന് തട്ടിയില്ലേ? അതാണ്. ശ്വാസമൊന്നും കിട്ടുന്നില്ല കേട്ടോ പാടുമ്പോൾ. ശ്വാസമൊക്കെ കട്ടായി പോകുന്നത് അത് ശരിക്കും നമുക്ക് ശ്വാസം മോനെ എടുക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ മെയിൻ ഈ ഒരു പാട്ടിൻ്റെ ഫിറോസ്ക്ക് ഇങ്ങനെ പറയായിരുന്നു, ആ ഒരു അനുപല്ലവിയുടെ മുന്നേയുള്ള BGM അത് ഭയങ്കര ടഫാണ് കേട്ടോ അവിടുന്ന് തുടങ്ങാന്ന് വെച്ചാൽ. അല്ല ഫിറോസ്ക്ക് നേരത്തെ പറഞ്ഞില്ലല്ല, ജയേട്ടൻ പോലും പാടാൻ അവിടെ ഭയങ്കര പേടിച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ജയേട്ടൻ വേദികളിൽ ഇത് പാടുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിന്റെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കീബോർഡിസ്റ്റിനോട് കൈകൊണ്ട് കാണിക്കണേ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഏരിയയാണ് അവിടെ. താളം പിടിച്ചാൽ പാടാം, പക്ഷെ അതൊരു സെപ്പറേറ്റ് ഒരു കഷ്ണം കിടക്കുന്നതുകൊണ്ട് കുട്ടികളൊന്നും ബുദ്ധിമുട്ടും. ഞങ്ങൾ പേടിച്ചിരുന്നു അവിടെ മോനെ. അത് കറക്റ്റ് അർഷിദ് പാടി കേട്ടോ. അതിനൊരു കൈയ്യടി കൊടുക്കാം. പിന്നെ വളരെ നാക്കിൽ ചരണമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടാണ് പല്ലവി പാടിയത് അല്ലേ? അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോൻ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് പിന്നീട് വന്ന പല്ലവി നല്ല വൃത്തിയായിട്ട് പാടി. പക്ഷേ ലാസ്റ്റാണ് കുറച്ചൊന്ന് വിഴുങ്ങിപ്പോയത്. അതൊക്കെ ടെൻഷൻ കൊണ്ടാണ്. പിന്നെ ഒന്ന് തടിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറച്ചോളൂ. ഹെൽത്തൊക്കെ കെയർ ചെയ്യുക. ഭക്ഷണം കഴിക്കാണ്ടിരിക്കേണ്ട, കഴിച്ചോളൂ. എല്ലാം ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജില. ഷബ്നം? ഹർഷിദ് നന്നായിരുന്നു മോനെ. താങ്ക് യു. മോന് തന്നെ അറിയാമെന്ന് തോന്നുന്നു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? പക്ഷെ നല്ല പാട്ടാണ്. ടഫായിട്ടുള്ള സോങ് നന്നായിട്ട് തന്നെ മോൻ അത്യാവശ്യം പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മോന് വേണ്ടുന്ന നല്ലൊരു ആംബിയൻസ് ഉണ്ട് മോൻ്റെ വോയിസിന്. അതൊരു നല്ല പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. താങ്ക് യു. പിന്നെ മോന് എനിക്ക് തോന്നുന്നു ഏറ്റവും ടെൻസ്ഡ് ആണ്. അപ്പോൾ അതിന് മോൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മോൻ ബോഡി വാമപ്പ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നതിന്. ഐ മീൻ പ്രാക്ടീസ് അല്ല, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പേ. മനസ്സിലായോ മോന് പറഞ്ഞ എന്താന്ന്? ബോഡി വാമപ്പ് ചെയ്യാന്ന് കുറച്ച് വിയർക്കുക. അന്നേരം ആ സ്ട്രെസ് എന്നുള്ള സംഭവം അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ചൊന്ന് ഒരു വലിയ ബോഡി വാമപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ചെറിയ രീതിയിലൊരു ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റിലീഫ് ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷബ്നം. ഇപ്പം എത്രയാണ് മക്കളുടെ തൂക്കം? അറിയില്ല. ഏകദേശം ഒരു 80 ഉണ്ടാവോ? അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു 60. അത്രയും ഉണ്ടാവില്ല. എനിക്ക് തന്നെ ഉണ്ടല്ലോ 55 ഇല്ലേ? അപ്പൊ എന്തായാലും ഉണ്ടാവും. അറിയില്ല. ഒരു 60-65 ഉണ്ടാവും. അത്രയൊന്നുമില്ല. അത്രയൊന്നുമില്ല. എന്നാ ശരി, ഇപ്പൊ എത്രയുണ്ടോ
അതിനേലും ഒരു 10 കിലോ കുറച്ചിട്ട് വാട്ടോ. ഒരു 10 കിലോ. അപ്പൊ അതിനെന്ത് ചെയ്യും? ജിമ്മിൽ പോവോ? ഏയ് വണ്ണം നീളം കുറയും. എന്ത് ജിമ്മിൽ പോയി. അപ്പൊ പകരം എന്ത് ചെയ്യും? ഫുഡ് കഴിക്കണത് നിർത്തൂലേ? ഇല്ല അത് നിർത്തില്ല, കുറയ്ക്കും. കുറയ്ക്കും. പ്രോമിസ് അല്ലേ? അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോവാം. ഫിറോസിക്ക, അർഷിദിന് എൻ്റെ മാർക്ക് 39. 39 out of 40. സജില 29. 29 out of 30. And Shabnam 29. 29 out of 30. അർഷിദ് കമാൽ, the total score 97 out of 100. അതുകൊണ്ടൊരു സമ്മാനമുണ്ട്. ഷെയ്ലാസ് വെഡ്ഡിംഗ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. താങ്ക് യു. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാ ഗോൾഡിന്റെ ഈ എപ്പിസോഡിലെ സ്റ്റാറിനെ കണ്ടുപിടിക്കാനുള്ള ടൈമായി. സ്റ്റാർ ഓഫ് ദി എപ്പിസോഡിന് ലഭിക്കുന്ന പ്രൈസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പെൺകുട്ടിയാണെങ്കിൽ കിട്ടുന്നത് പ്രിൻസ് പട്ടുപാവാട നൽകുന്ന സമ്മാനം, ആൺകുട്ടിയാണെങ്കിലോ ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന സമ്മാനം. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് അനൗൺസ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ സ്വന്തം ബഷീർക്ക. ഇന്ന് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും നല്ല പാട്ട്, ഒരുപാട് നല്ല മധുര പദാർത്ഥങ്ങൾ നമുക്ക് സമ്മാനിച്ച സൽക്കാരം റൗണ്ടിൽ നമ്മുടെ മധുരത്തോടൊപ്പം ഹൃദയം കവർന്ന ഷാൻവറാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് എപ്പിസോഡ്.